ഹലോ ഗേസ്, ക്യാരറ്റും കടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തതേ. എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അരക്കപ്പ് പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കുക. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും 1/4 കപ്പ് നമ്മുടെ ഈന്തപ്പഴം കൂടെ ഇട്ടുകൊടുക്കുക. ഇനി ഒരു കപ്പ് മൈദ, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും കൂടെ അരിച്ചൊന്ന് മാറ്റി വെക്കുക. കേക്കില് ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സിലേക്ക് ചോപ്പ് ചെയ്ത കുറച്ച് ബദാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വെക്കാം. മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് പഞ്ചസാരയും 2 ഗ്രാമ്പും കൂടെ പൊടിയാക്കി വെക്കാം. ഇതിലേക്ക് തന്നെ 2 കോഴിമുട്ട, വാനില എസൻസ്, 1/2 കപ്പ് ഓയിൽ, ഇത്രയും കൂടെ നല്ലോണം അടിച്ചെടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ കാരമലാക്കി വെച്ച ആ ഒരു ക്യാരറ്റിന്റെ മിക്സ് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണം നമ്മൾ അരിച്ചു വെച്ച ആ ഒരു മൈദ മിക്സ് ഉണ്ടല്ലോ, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. സകലമാന ശക്തി എടുത്ത് മിക്സ് ചെയ്താൽ കേക്ക് പൊന്തി വരില്ല കേട്ടോ. പിന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കണം. കേക്ക് മോൾഡിൽ ബട്ടർ പേപ്പർ വെച്ച് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം കൂടെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 160 ഡിഗ്രിയിൽ ഒരു 45, 50, 55 മിനിറ്റ് വരെ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം മൊത്തമായിട്ട് അതിന്റെ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ചൂടോടുകൂടെ കഴിക്കുമ്പോൾ അതിന്റെ എക്സാക്ട് ടേസ്റ്റ് നമുക്ക് കിട്ടൂല കേട്ടോ. കിട്ടില്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ടാറ്റാ.